ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുറ്റം നോക്കുമ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് എന്തായാലും മഴ നോക്കിയിരുന്നാൽ ശരിയാവില്ല. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ഉള്ളിൽ വന്നിട്ട് കുറച്ച് മുളകും അതുപോലെ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചൂടാക്കി മിക്സിയിൽ അരച്ചു. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് ചൂടാകുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളിയും അതുപോലെ തന്നെ അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ അതിനായിട്ട് കുറച്ച് മസാല, ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും ഇട്ട മസാലയാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്ത് നമ്മളെ ഉരുളക്കിഴങ്ങ് ഒന്നുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റി അതിനുശേഷം ഞാൻ അരച്ച് വെച്ച മസാലകൾ ഇട്ട് കൊടുത്ത് അത് എണ്ണ തെളിയും വരെ നമുക്ക് അതിനെ കുറച്ച് മൂടി വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് 5 മുട്ട ഉണ്ടായിരുന്നു അതും ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമുക്ക് എപ്പോഴും മീനും കോഴിയൊന്നും കിട്ടിയെന്ന് വരില്ല. ആ സമയത്താണ് കേട്ടോ ഇങ്ങനെ തട്ടിക്കൂട്ടൊരു കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിന് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്ത് അത് സെറ്റായതിന് ശേഷം അതിനെ മാറ്റി വെച്ചു. ഒരാളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. എന്നെ നോക്കുന്ന പോലും ഇല്ല, എന്തോ കച്ചറ കൂടിയിട്ട് വന്നിരുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റം നോക്കുമ്പോഴേക്കും കുറച്ച് വെളിയുണ്ടായിരുന്നു. പിന്നെ മഹരിബോടെ അടുത്ത സമയത്ത് നമ്മളെ പള്ളിയിൽ നാരിയത്ത് സലാത്ത് ഉണ്ടായിരുന്നു. അതിന് മക്കളൊക്കെ റെഡിയായി പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല മഴയാണ്, ഇന്നും മഴക്ക് ഒരു കുറവുമില്ല. അങ്ങനെ ഞാൻ രാവിലെ എണീച്ച് കുറച്ച് ചായയൊക്കെ വെച്ചു. പിന്നെ കുറച്ച് സജ്ജിക ഉണ്ടാക്കി. സജ്ജിക മക്കൾക്കാർക്കും ഇഷ്ടമല്ല, എന്നാലും നമ്മളിവിടെ എൻ്റെ ഭർത്താവിന് കുറച്ച് സജ്ജികയൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ കുറച്ച് നല്ല പോലെ വെച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉഴുന്നപ്പരിപ്പും അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വാട്ടി അതിന് ഒരു തക്കാളിയൊക്കെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ അതിൽ ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ. അങ്ങനെ ഏതായാലും വറുത്ത സജ്ജിക തന്നെയാണ്, ഞാൻ ഏകദേശം ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് ഉണ്ടാക്കുന്ന ദോശയൊക്കെ ചുട്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഒരാൾ ഭയങ്കര കളിയാണ് കേട്ടോ, മഴയിലെന്ത് പറഞ്ഞും കേൾക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.